നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. T20 ബാറ്റർമാരുടെ ICCയുടെ പുതിയ റാങ്കിങ് വന്നിട്ടുണ്ട്. ബാറ്റർമാരുടെ മാത്രമല്ല, ബോളർമാരുടെയും ഓൾറൗണ്ടർമാരുടെയും എല്ലാം വന്നിട്ടുണ്ട്. ICC റാങ്കിങ്ങിന് വേണ്ടി നമ്മൾ മലയാളികളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും സഞ്ജു മുന്നേറുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം അമ്മാതിരി ഗംഭീര ഇന്നിങ്സാണ്, 3 ഇന്നിങ്സുകൾ അദ്ദേഹം 2020 ലോകകപ്പിൽ ഉണ്ടായത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ഇന്നിങ്സ്, സെമിഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ, ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ, വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 നോട്ട് ഔട്ട്, സെമിഫൈനലിലും ഫൈനലിലും 89 റൺ വീതം അദ്ദേഹം അടിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മുന്നേറ്റം എന്തായാലും റാങ്കിങ്ങിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. 65 വെസ്റ്റ് ഇൻഡീസിനെതിരായ കളിക്ക് മുമ്പ് 65-ാം സ്ഥാനത്തുണ്ടായിരുന്ന സഞ്ജു സാംസൺ ഇന്നത്തെ റാങ്കിങ് പ്രകാരം 22-ാം സ്ഥാനത്താണ്. എന്തൊരു കുതിച്ചുചാട്ടമാണ്, എന്തൊരു കുതിച്ച് ഉയരലാണ് സഞ്ജു സാംസൺ നടത്തിയിരിക്കുന്നത്. 43 പൊസിഷനുകൾ കയറി 22ലേക്ക് എത്തിയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച റേറ്റിംഗാണ് ഉണ്ടായിട്ടുള്ളത്. 637 റേറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് ആണ്. അതുപോലെ റാങ്കിങ്ങിൽ മൊത്തത്തിൽ ഇന്ത്യക്ക് നല്ല മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. റാങ്കിങ്ങിലെ ആദ്യത്തെ 10 പേരിൽ 4 പേര് ഇന്ത്യക്കാരാണ്. അതിൽ 1-ാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ ആ സ്ഥാനം നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇഷാൻ കിഷൻ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതൊരു 2020 ലോകകപ്പിലെ പെർഫോമൻസ് തന്നെയാണ് അതിന് കാരണം. പിന്നീട് 7-ാം സ്ഥാനത്ത് തിലക് വർമ്മയുണ്ട്. 9-ാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവും ഉണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ. അങ്ങനെ 10-ൽ 4 സ്ഥാനങ്ങൾ കൈയടക്കി ഇന്ത്യൻ ബാറ്റർമാർ എന്ന് പറയാതെ വയ്യ. മറ്റൊന്ന് ബൗളർമാരുടെ കാര്യമാണ്. അതിൽ വരുൺ ചക്രവർത്തിക്ക് നേരിയ തോതിൽ ഒരു ഇടിവ് പറ്റിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, 2020 ലോകകപ്പിൽ അത്ര ഒന്നും തിളക്കമുണ്ടായില്ല വരുൺ ചക്രവർത്തിക്ക്. ഒരു പരിധിവരെ ഒരു മോശം പെർഫോമൻസും ആയിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ റാങ്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം 2-ാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് ബൗളിംഗ് റാങ്കിങ്ങിൽ. പിന്നെ 6-മത് ജസ്പ്രീത് ബുംറ 6-മതിലേക്ക് അദ്ദേഹം ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഉയർച്ച ജസ്പ്രീത് ബുംറയ്ക്ക് തീർച്ചയായിട്ടും 2020 ലോകകപ്പിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ബുംറ വന്നിട്ടുണ്ട്. ആ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻ്റെ റാഷിദ് ഖാനാണ്. ബൗളർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം റാഷിദ് ഖാനാണ്. നമ്മുടെ ഇന്ത്യയുടെ അക്സർ പട്ടേൽ 17ലേക്ക് ഉയർന്നിട്ടുണ്ട് റാങ്കിങ്ങിൽ. അദ്ദേഹത്തിന് കുറേ കൂടി മെച്ചപ്പെട്ട റാങ്കിങ് ഉണ്ടായിട്ടുണ്ട്. ഓൾറൗണ്ടർമാരുടെ കാര്യമെടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു റേറ്റിംഗ് ആണ്. ആ ഒരു നിലയിലും നമുക്ക് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു റേറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2020 ലോകകപ്പും അതിനുശേഷമുള്ള കാര്യങ്ങൾ പൊതുവേ നല്ല ഫലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാം. സഞ്ജു സാംസൺ കരിയറിലെ തന്നെ മികച്ച റേറ്റിങ്ങോടുകൂടി തന്നെ ICC റാങ്കിങ് പട്ടികയിൽ വളരെ അധികം 43 പൊസിഷൻ കയറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.